ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു എന്താ പറയുക യൂട്യൂബിനും പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇപ്പോൾ യൂട്യൂബ് ഇപ്പോഴത്തെ നിലയിൽ ഭയങ്കര ഗംഭീരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് യൂട്യൂബ്. കാരണം യൂട്യൂബ് ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ വളരെയധികം കുറവാണ്. 100-ൽ 95% ആളുകൾക്ക് യൂട്യൂബ് ഉണ്ട് എന്നാണ് അറിഞ്ഞത്. യൂട്യൂബ് ഒരു സംഭവമാണ്. കാരണം നല്ല കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പൈസ ഒക്കെ സമ്പാദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സംഭവമാണ് ഈ യൂട്യൂബ്. കാരണം യൂട്യൂബിൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബും വേണം, 4000 മണിക്കൂർ വാച്ച് അവറും വേണം ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ. എന്നാലേ മോണിറ്റൈസേഷൻ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ ആവാൻ നമ്മൾ കുറച്ച് റിസ്ക് ഉണ്ട്. അതാണ് നല്ല കണ്ടൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വരും, ഉറപ്പാണ്. പുതിയ യൂട്യൂബേഴ്സൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ പല യൂട്യൂബർമാരും ഇപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ 1000 സബും 4000 മണിക്കൂർ വാച്ച് അവറൊക്കെ ഞങ്ങൾ ആക്കിത്തരാം. പുതിയ യൂട്യൂബേഴ്സിനോടൊക്കെ പറയാനുള്ളത്, ഞാനും പുതിയ തന്നെയാണ്, പക്ഷേ എൻ്റെ മനസ്സിലൊന്നൊരു ആശയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, 1000 സബും 4000 വാച്ച് അവറൊക്കെ ഞാനാക്കി തരാം, ഞങ്ങൾക്കൊരു 15,000 റുപ്യ 20,000 റുപ്യ തന്നു കഴിഞ്ഞാൽ ഞങ്ങളതുപോലെ ആക്കിത്തരും. പക്ഷേ അതിലാക്കി തന്നിട്ട് കാര്യമില്ലല്ലോ. അവരാക്കി തന്നിട്ട് അവർ ജോലി കഴിഞ്ഞാൽ അവർ പൈസ മേടിച്ച് അവരാണ്ട് പോകും. പിന്നെ നമ്മൾ മോണിറ്റൈസേഷൻ അതൊക്കെ ആക്കി പിന്നീട് നമുക്ക് ഏണിങ്സിനുള്ള ഒരു 5 മിനിറ്റും 10 മിനിറ്റുള്ളൊക്കെ വീഡിയോ ഇങ്ങനെ ഇടുമ്പോൾ ഇത് കാണാൻ ആൾ വേണ്ടേ? നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇഷ്ടപ്പെട്ട് കണ്ടവരാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യണത്, കമൻറ്റ് ചെയ്യണതൊക്കെ. ഇത് ആൾക്കാർ നമുക്ക് സബ് ചെയ്തിട്ട് വാച്ച് അവർ അങ്ങനെ ആക്കി തന്നു അവരാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ 10 ആൾക്കാരും 15 ആൾക്കാർ 20 ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ ഇത് കാണാൻ. അപ്പം അതുകൊണ്ട് നിങ്ങളിതിനൊരിക്കലും നിൽക്കാൻ പാടില്ല, ഇങ്ങനത്തെ കാര്യത്തിനൊന്നും. അത്യാവശ്യം കഷ്ടപ്പെട്ട് അധ്വാനിക്കണം, എന്നാലേ ഇതിൽ കാര്യമുള്ളൂ. എന്നിട്ട് അങ്ങനെ നമ്മളെ വീഡിയോ കാണണം, അങ്ങനെ വാച്ച് അവർ കൂട്ടണം, എന്നാലത് ആളുകൾ കാണുള്ളൂ. അല്ലാതെ നിങ്ങളെ പൈസ 20,000 15,000 ഒക്കെ കൊടുത്തിട്ട് യൂട്യൂബേഴ്സിനെ കൊണ്ട് സബ്സ്ക്രൈബും സബും ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മളെ പൈസ പോകാമെന്നല്ലാതെ നമുക്കൊരു കാര്യം പറ്റൂല. വെറുതെ നമ്മളെ പൈസ പോകുന്നല്ലാതെ നമ്മളെ വീഡിയോ ആരും കാണും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇതിൽ വിജയം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 5 കൊല്ലമായി യൂട്യൂബിൽ, ഇപ്പോഴും നമുക്ക് റെഡിയായി വന്നിട്ടില്ല. എന്നാൽ ഇപ്പം അടുത്താണ് 1000 സബ്സ്ക്രൈബ് ആയിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ അതുപോലെ ഓരോ കഷ്ടപ്പാടുണ്ട്. അങ്ങനെ മുന്നേറി പോവുക, എന്തെങ്കിലും ഒരു ദിവസം നമ്മളെ മാവ് പൂക്കും. കാരണം എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ വീഡിയോ ഇട്ട് 5 ആൾക്കാർ 10 ആൾക്കാർ 20 ആൾക്കാരെ കാണുള്ളൂ. പക്ഷെ അത്ര മതി. എന്നാലും മാന്യമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ട് നമ്മൾ സ്വന്തം കണ്ടൻറ്റ്, സ്വന്തം വായിട്ട് പാട്ട് പാടിയിട്ട് ഒരു കുഴപ്പമില്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊന്നും ഇല്ലാതെ എന്തെങ്കിലും പ്രദേശത്തെ വല്ല വയലുകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇടുക, എന്നെങ്കിലും റെഡിയാവും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല കണ്ടൻറ്റുകൾ കിട്ടും. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ ലെവലായി ഇങ്ങനെ വരും. അപ്പം അങ്ങനെ തന്നെ എല്ലാവരും വന്നതൊക്കെ. അപ്പോൾ എന്താ പറയുക, വ്യൂസൊന്നും കാര്യമൊന്നും നോക്കണ്ട, നിങ്ങൾ ആദ്യം ഇട്ടിട്ട് ഒരു 100-200 കണ്ട് വീഡിയോ ഇട്ടോളൂ. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എന്താണ്. പിന്നെ സബ്ബൊക്കെ മെല്ലെ വരും. അപ്പോൾ അങ്ങനത്തെ തന്നെയാണ് ആളുകളൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വന്തം കണ്ടൻറ്റ് ഇടാൻ നോക്കാം എല്ലാവരും. സ്വന്തം കണ്ടൻറ്റ് തന്നെ വേണം. വല്ലവരും കട്ട് അടിച്ചു മാറ്റിയൊന്നും ഇടാൻ നിൽക്കണ്ട. അങ്ങനെ അടിച്ചു മാറ്റിയിട്ട് കഴിഞ്ഞാൽ എന്തായാലും സ്ട്രൈക്ക് വന്നിട്ട് സാധനം റിമൂവ് ആയി പോകും. പിന്നെ നമുക്ക് നമ്മളെ ചാനലിൽ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല കണ്ടൻറ്റ്, നല്ല നമ്മൾ സ്വന്തമായിട്ടുള്ള, ഇനി വായിട്ട് പാട്ട് പാടിയാലും കുഴപ്പമില്ല, നല്ല കണ്ടൻറ്റ് ഇടാൻ ശ്രമിക്കുക എല്ലാവരോടും. അപ്പോൾ നല്ല നിലയിൽ നമ്മൾ യൂട്യൂബ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നോക്കണ്ട, ഇപ്പോൾ ഒരു 25 വയസ്സുള്ള ആൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 26-ാം വയസ്സിലൊന്നും ആവുന്നില്ല. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, അതൊക്കെ ഓരോ വിധിയാണ്. നമുക്ക് നല്ല ഭാഗ്യമുണ്ട്, നല്ല കണ്ടൻറ്റൊക്കെ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ റെഡി ആവുമായിരിക്കും. പക്ഷെ എന്നാലും ശ്രദ്ധിക്കാനുള്ളത്, 25 വയസ്സിൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ചിലപ്പോൾ ഒരു 50 വയസ്സോ 45 വയസ്സിലൊക്കെ ചിലപ്പോൾ നമുക്ക് റെഡിയാവും. അപ്പം അങ്ങനെ ഒരു വിചാരം ഇങ്ങനെ വിചാരിക്കുക മനസ്സിൽ. അപ്പോൾ
എന്തെങ്കിലുമൊക്കെ വിജയം ഉണ്ടാവും. എന്നിപ്പോൾ ഡൗൺ ആയി കിടക്കില്ല. എന്തെങ്കിലുമൊക്കെ നമ്മളെ മാവ് പൂക്കും, എല്ലാവർക്കും ലോട്ടറി അടിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊക്കെ വരും. അപ്പോൾ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യുക. അതുവരെ ഇങ്ങനെ നല്ല കണ്ടൻറ്റും ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി ഓരോ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മനസ്സിലാക്കുക. ഇപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഒരുപാട് നമുക്ക് ഉപകാരമായിട്ടുള്ള വീഡിയോകളുണ്ട്. എങ്ങനെയാണ് യൂട്യൂബ് ഇത് ഉണ്ടാക്കുക, എങ്ങനെയുണ്ട് തുടങ്ങുക, എന്തൊക്കെ വേണം, തമ്പനയിൽ എന്തൊക്കെ വെക്കണം, എങ്ങനെയൊക്കെ വെക്കണം, എന്തൊക്കെ ചെയ്യണമെന്ന് A മുതൽ Z വരെയുള്ള എല്ലാ പരിപാടികളും നമുക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരാം. അപ്പോൾ അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക. പെട്ടെന്ന് 1 കൊല്ലം 2 കൊല്ലത്തിനുള്ളിലൊന്നും ആവുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. അത്യാവശ്യം കഷ്ടപ്പെട്ട് 4, 5, 10, 15 കൊല്ലം ആയിക്കോട്ടെ. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്താൽ തന്നെ ഗുണങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വന്ന പാടനെ എടുത്തോ പിടിച്ചോ വിചാരിച്ചിട്ടൊന്നും 1000 സബ്സ്ക്രൈബും 4000 വാച്ച് അവറും ഒന്നും കിട്ടുന്ന ഒരിക്കലും വിചാരിക്കേണ്ട. അപ്പം അതിന് കുറച്ച് റിസ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ചെയ്ത് മെല്ലെ മുന്നേറിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ക്ഷമ വേണം. ക്ഷമയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡി ആവും. പിന്നെ അതുപോലെ നല്ല സംസാരിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അതുപോലെ നല്ല കണ്ടൻറ്റൊക്കെ വായിച്ചിട്ട് കഥകൾ, അതുപോലെ പാട്ടിനെ പറ്റിയിട്ട് ആ സിനിമനെ പറ്റിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഒരേ പഴയ കഥകളും പുരാതന വസ്തുക്കളോ അങ്ങനെ സംഭവങ്ങളൊക്കെ എടുത്ത് സംസാരിച്ച് പറയണവർക്കൊക്കെ അത്യാവശ്യം നല്ല ഒരു കണ്ടൻറ്റൊക്കെ കിട്ടി കഴിഞ്ഞാൽ അതുപോലെ യൂട്യൂബിൽ പറഞ്ഞ് നമുക്ക് ഉഷാറാക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആൾക്കാർ വന്ന് സബ്സ്ക്രൈബും കമൻ്റൊക്കെ തരും. അപ്പോൾ അതുപോലെ തന്നെ മുന്നേ ഒന്ന് ലെവലായി വരും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. അപ്പോൾ ആരും പൈസ കൊടുത്ത് വാച്ച് അവറും സബ്സ്ക്രൈബും ഉണ്ടാക്കരുത്. അത് ഭയങ്കര തെറ്റാണ്. നമ്മളെ പൈസ 20,000 15,000 ഒക്കെ വെറുതെ പോകും. അതുകൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിക്കുക, 4000 വാച്ച് അവർ ആക്കുക, 1000 സബ്സ്ക്രൈബ് ആവും. അപ്പോൾ അതുപോലെ അങ്ങനെയാണ് മുന്നേറിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ പറഞ്ഞ പോലെ ഓക്കെ.